തായ്ലൻഡ് കംബോഡിയ അതിർത്തിയിൽ തുടർച്ചയായ മൂന്നാം ദിവസവും സംഘർഷം തുടരുകയാണ്. എന്നാൽ വെടിനിർത്തൽ ചർച്ചകൾക്ക് ഇരു രാജ്യങ്ങളും തയ്യാറായെന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കംബോഡിയൻ പ്രധാനമന്ത്രി ഹുൻ മാനറ്റുമായും തായ്ലൻഡിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രി ഫുംദം വെച്ചയാച്ചായുമായും താൻ സംസാരിച്ചെന്നും ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഇരു രാജ്യങ്ങളും സംഘർഷം തുടർന്നാൽ യുഎസുമായുള്ള വ്യാപാര കരാറുകൾക്കുള്ള സാധ്യതകൾ മങ്ങുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇരു കക്ഷികളും ഉടനടി വെടിനിർത്തലും സമാധാനവും തേടുകയാണ്. അവർ ഉടൻ തന്നെ കൂടിക്കാഴ്ച നടത്താനും വേഗത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനും ഒടുവിൽ സമാധാനം സ്ഥാപിക്കാനും സമ്മതിച്ചു. തായ്ലൻഡിന്റെ ആക്ടിംഗ് പ്രധാനമന്ത്രിയുമായി ഞാൻ സംസാരിച്ചു. അത് വളരെ നല്ല സംഭാഷണമായിരുന്നു. കംബോഡിയയെ പോലെ തായ്ലൻഡും ഉടനടി വെടിനിർത്തലും സമാധാനവും ആഗ്രഹിക്കുന്നു. എനിക്ക് ലഭിച്ച ആ സന്ദേശം കംബോഡിയൻ പ്രധാനമന്ത്രിയെ അറിയിക്കാൻ പോവുകയാണെന്നാണ് ട്രംപ് പറഞ്ഞത്. എന്നാൽ ഈ ചർച്ചകൾക്കിടെ ഇന്ത്യ പാക് വെടിനിർത്തൽ മധ്യസ്ഥത അവകാശവാദം വീണ്ടും ഉയർത്തിയിരിക്കുകയാണ് ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് തായ്ലൻഡ് കംബോഡിയ സംഘർഷമെന്നും അതിന് വിജയകരമായ വിരാമം കുറിക്കാനായെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം തങ്ങളാണ് അവസാനിപ്പിച്ചതെന്നും 5 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടുവെന്നും ട്രംപ് ആവർത്തിച്ചിരുന്നു. എന്നാൽ തകർന്ന ജെറ്റ് വിമാനങ്ങൾ ഇന്ത്യയുടേതാണോ പാകിസ്ഥാന്റെയാണോ എന്ന് വ്യക്തമാക്കാൻ ട്രംപ് അപ്പോൾ തയ്യാറായില്ല. താൻ വിളിച്ച് കൂടുതൽ വ്യാപാര ഇടപാടുകൾ നടത്താമെന്നും അല്ലെങ്കിൽ മോശം സാഹചര്യത്തിലേക്ക് ഇത് നീങ്ങുമെന്നും പറഞ്ഞതായി ട്രംപ് അവകാശപ്പെട്ടു. രണ്ട് രാജ്യങ്ങൾക്കും ആണവശക്തിയുണ്ടെന്നും ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നുവെന്നും എന്നാൽ താൻ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങാതെ സംഘർഷം അവസാനിപ്പിച്ചു എന്നുമാണ് ട്രംപ് അവകാശപ്പെട്ടത്. അതേസമയം തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള സായുധ സംഘർഷം രൂക്ഷമായി തുടരവെ പൗരന്മാർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യ. കംബോഡിയയിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയം പൗരന്മാർക്ക് ജാഗ്രത നിർദ്ദേശം നൽകി. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തായ് കംബോഡിയ അതിർത്തികളിലേക്ക് യാത്ര ചെയ്യരുതെന്നാണ് ഇന്ത്യക്കാർക്കുള്ള മുന്നറിയിപ്പ്. അടിയന്തര സാഹചര്യങ്ങളിൽ കംബോഡിയൻ തലസ്ഥാനമായ നോം പെന്നിലുള്ള സ്ഥാനപതി കാര്യാലയവുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശമുണ്ട്. വെള്ളിയാഴ്ച തായ്ലൻഡിലെ ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയവും പൗരന്മാർക്ക് സമാന ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ദീർഘകാലമായി അതിർത്തി തർക്കം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ജൂലൈ 24-ന് അതിർത്തിയിൽ ഒരു കുഴിബോംബ് സ്ഫോടനം ഉണ്ടായതും 5 തായ് സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തതോടെയാണ് പ്രശ്നം വീണ്ടും പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നാലെ സംഘർഷം തീവ്രമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങുകയും കനത്ത പീരങ്കി വ്യോമാക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇതോടെ വെടിനിർത്തലിനുള്ള അന്താരാഷ്ട്ര ആഹ്വാനങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇന്നലെ കംബോഡിയയുടെ അംബാസിഡർ ചിയാക്കിയോ ഐക്യരാഷ്ട്രസഭയിൽ തന്റെ രാജ്യം ഒരു വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുവെന്ന് പറഞ്ഞിരുന്നു. തർക്കത്തിന് തങ്ങൾ സമാധാനപരമായ പരിഹാരം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തായ്ലൻഡ് കംബോഡിയ സംഘർഷത്തിൽ ഇതുവരെ 32 പേർ കൊല്ലപ്പെട്ടു. തായ്ലൻഡുമായുള്ള സംഘർഷത്തിൽ 12 പേർ കൊല്ലപ്പെട്ടതായി കംബോഡിയൻ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളിലായി കുട്ടികൾ ഉൾപ്പെടെ 14 സാധാരണക്കാരും 6 സൈനികരും കൊല്ലപ്പെട്ടതായി തായ്ലൻഡും റിപ്പോർട്ട് ചെയ്തു. ഇതോടെയാണ് മരണസംഖ്യ 32ആയി ഉയർന്നത്. തങ്ങളുടെ 7 സിവിലിയന്മാരും 5 സൈനികരും മരിച്ചതായി കംബോഡിയൻ ദേശീയ പ്രതിരോധ മന്ത്രാലയ വക്താവ് മാലി സോച്ചീന സ്ഥിരീകരിച്ചു. കംബോഡിയൻ ആക്രമണങ്ങളിൽ 29 തായ് സൈനികർക്കും 30 സാധാരണക്കാർക്കും പരിക്കേറ്റു. ഏകദേശം 20,000 ആളുകളെ ഒഴിപ്പിച്ചതായി കംബോഡിയയിലെ പ്രീ വിഹാർ പ്രവിശ്യയിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് കംബോഡിയൻ പത്രമായ ദി ഖൈമർ ടൈംസ് പറഞ്ഞു. തായ്ലൻഡിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് 1,38,000-ലധികം ആളുകളെ ഒഴിപ്പിച്ചതായി അൽ ജസീറയും റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.